ആ കിട്ടിയ അനർഘമുത്ത് വിട്ടുപോകണ്ട, വിട്ടുകളയണ്ട. അതിനതിന്റെ ആദരവ് അർഹിക്കുന്ന ആദരവോടെ മുറുകെ പിടിച്ചോ. അത് മുറുകെ പിടിച്ചാൽ നമുക്ക് റൂഹ് പോകുന്ന ഘട്ടത്തിൽ ഈ ഔലിയാക്കന്മാരുടെ സഹായമുണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്ന് മനസ്സിലുണ്ട്, പക്ഷേ നാക്ക് ചലിക്കാത്ത ഘട്ടത്തിൽ നമ്മുടെ മശായിഖന്മാർ നമ്മളെ സഹായിക്കും. അവരുടെ മദതുണ്ടാകും. അതുപോലെ തന്നെ ഖബറിലുള്ള ആ ശിക്ഷയെക്കുറിച്ച് നമുക്ക് ലാഘവം ഉണ്ടാവാൻ ഒരു കാരണമായി തീരും. മാത്രമല്ല പാരത്രിക ലോകത്ത് അവരുടെ ശഫാത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് അനർഘമൊത്തും മുറുകെ പിടിച്ചോ, അത് വിടണ്ട. അത് ശരിക്കും അതിന്റെ ഊർജം കരസ്ഥമാക്കാൻ വേണ്ടി അധ്വാനിച്ചോ, പരിശ്രമിച്ചോ. ഈ ഭൗതിക ലോകത്ത് നമുക്ക് കൈവന്നിരിക്കുന്ന മഹത്തായ പരിശുദ്ധ റമദാനിന്റെ ആ മുഹൂർത്തങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്തണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആരെങ്കിലും ശപിച്ചിട്ടുണ്ട്? ആരും ശപിക്കൂല. എത്രത്തോളം റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ആളാണ്. അല്ലാഹുവിന്റെ ഹദ്റത്തിലെ സിംഹമെന്ന് അപരനാമത്താൽ അറിയപ്പെടുന്ന ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. എന്തെങ്കിലും ആപത്തിലായിട്ട് വിളിച്ച ഉടനെ ഉത്തരവാണ്, വിളിച്ചതാണ്. യാ ഹംസത്തുൽ കർറാർ യമ്മൽ മുസ്തഫ أسد الإله وسيد الشهداء يا حمزة الكرار أما المصطفى أسد الإله وسيد الشهداء പഠിച്ചോ. يا حمزة الكرار أما المصطفى أسد الإله وسيد الشهداء يا حمزة الكرار أما المصطفى أسد الإله وسيد الشهداء. വേണമെങ്കിൽ നമ്മള് താലിബികളോടോ ഉസ്താദോ ചോദിച്ച് നിങ്ങൾ പഠിച്ചതല്ല. ഹംസത്തുൽ കർറാർ അമ്മുൽ മുസ്തഫ റസൂലുള്ളാഹിന്റെ അളാപ്പ്, അസദുൽ ഇലാഹ് അല്ലാഹുവിന്റെ സിംഹം, സയ്യിദുൽ ശുഹദാ ശുഹദാക്കളുടെ നേതാവ്. ആ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു ഉഹദിൽ വെച്ചുകൊണ്ട് വഹ്ശ് എന്ന ഒരു മനുഷ്യൻ ഒളിഞ്ഞു നിന്നുകൊണ്ട് ചാട്ടുളി എറിഞ്ഞ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിൽ ആ ചാട്ടുളി പതിഞ്ഞ് വീട് കിടന്ന് പടച്ചപ്പോ വിലമതിക്കാത്ത രക്തത്തിനുടമയായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ആ രക്തം ഉഹദ് യുദ്ധക്കളത്തിൽ അങ്ങ് ചീറ്റിയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറഞ്ഞു പോയി. എന്റെ പ്രിയപ്പെട്ട ആളാപ്പ, ധീരവീര ശൂരപരാക്രമിയായ അല്ലാഹുവിന്റെ സിംഹം എന്ന നാമത്തിൽ അറിയപ്പെട്ട എന്റെ ഹംസയാ റളിയല്ലാഹു അൻഹു ഷഹീദായി പോയി. അത് വലിയ നഷ്ടമായി പോയി ഇസ്ലാമിക രംഗത്ത്. ഹംസ റളിയല്ലാഹു അൻഹു വഫാത്ത്. സഹാബികൾ ആകെ സിൽസിലായി പോയി. സഹാബികൾ വന്ന റസൂലുള്ളാഹിയുടെ ഉടമ്പാട് പ്രവാചകരെ 70ഓളം സഹാബക്കളെ മരണത്തിന് വിധേയരാക്കി. ഈ കുഫാറുകളെ നശിപ്പിക്കാൻ ഒരേ ഒരു മാർഗമേ, ഒരേ ഒരു വജ്രായുധം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മുടെ കയ്യിലുള്ള കുന്തങ്ങൾക്കോ അല്ലെങ്കിൽ വാളുകൾക്കോ പരിചകൾക്കോ അതിലുള്ള മറ്റായുധങ്ങൾക്കോ ഒന്നും അവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നത് അനുഭവജ്ഞാനമാണ്. ഇനി ഒരൊറ്റ വജ്രായുധം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ നബിയെ. ഇതിനേറെ പറയുന്ന ഓർത്ത പ്രിയപ്പെട്ട അസദുലില്ലാഹായ ഹംസ റളിയല്ലാഹു അൻഹു പോലും വകവരുത്താൻ മാത്രം ഊർജം കാണിച്ച ആ കുഫാറുകളെ നശിപ്പിക്കാൻ നബിയെ ഒരൊറ്റ മാർഗമുള്ളൂ. അതങ്ങ് തീർച്ചയായും ഇവിടെ ഉപയോഗിക്കണം നബിയെ. ഇമാം ബുഖാരി സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. സൂചോചതന്ന നബിയെ അവിടുന്ന് അവരെ ശപിച്ച് പ്രാർത്ഥിച്ചാൽ ക്ഷണം അവർ നശിച്ചു പോകും നബിയെ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് സഹാബത്തിന് ഉറപ്പാണ്. അതുവരേക്കും വിയോഗത്തിൽ വിഷമിച്ചു കൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തിന്റെ പ്രകൃതിക്ക് ഭാവവ്യത്യാസം വന്നു. റസൂൽ ആവേശഭരിതനായിക്കൊണ്ട് പറഞ്ഞു, എന്ത് നിങ്ങൾ എന്താ എന്നോട് പറയും? അവർ ശപിച്ചത് ആരക്കാരോ? ബുഖാരി ഉദ്ധരിക്കട്ടെ. വീണ്ടും അതിന്റെ ബാക്കി എന്താ പറയുന്നത്? നീ ലം ഉബഅസ ആനൻ
ജനങ്ങളെ ശപിക്കാൻ വേണ്ടി യാത്രയാക്കപ്പെട്ട ആളല്ല. ആരെ? ശത്രുക്കളെയാണ് ഈ പറയുന്നത്, അല്ലാതെ മുസ്ലിമീങ്ങളെ അല്ലാന്ന്. സ്വന്തം വെളാപ്പാട പോലും കുറച്ച് എളാപ്പടങ്ങും 70ഓളം സ്വഹാബത്തിനെ നിഷ്കരണം കൊല ചെയ്ത ആ ശത്രുക്കൾക്കെതിരെയാണ് അല്ലാഹു റസൂലിന്റെ മറുപടി. അവർക്ക് ശത്രുവാണെങ്കിൽ പോലും അവർക്കെതിരെ ശാപവാക്ക് ചൊരിയാനല്ല ഞാൻ നിയോഗിക്കപ്പെട്ടത്. ഞാൻ നിയോഗിക്കപ്പെട്ടു റഹ്മത്തൽ ലിൽ ആലമീൻ. ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും ലോകത്തുള്ള സകല വസ്തുക്കൾക്കും സകലമാന വസ്തുക്കൾക്കും അനുഗ്രഹം റഹ്മത്തായിക്കൊണ്ട് നിയോഗിക്കപ്പെട്ട ഞാൻ എങ്ങനെ ശത്രുക്കൾക്ക് വേണ്ടി അവർക്കെതിരെ ലഅനത്ത് ചൊല്ലുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് റസൂൽ. അങ്ങനത്തെ നബി റമദാൻ മാസം വന്നപ്പോ സ്വഭാവം പറഞ്ഞു. റമദാൻ മാസം വന്നപ്പോ സ്വഭാവം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ മിമ്പറിൽ നിന്നുകൊണ്ട് ഒരു ആമീന്ന് പറഞ്ഞു. വെറുതെ ആമീൻ. ഞങ്ങൾക്ക് റസൂൽ അങ്ങനെ ആമീൻ പറയില്ല, 2-3 ആമീൻ പറയും. എനിക്ക് അങ്ങനെ വെറുതെ ഒരു ആമീൻ പറയില്ല എന്ന് റസൂലുള്ളാഹി സഹാബത്തിനറിയും. സഹാബികൾ ചോദിച്ചു, എന്താ നബിയെ അവിടുന്ന് വെറുതെ ആമീൻ പറഞ്ഞത്? അത് വെറുതെ പറഞ്ഞതല്ല. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് 2-3 ദുആയിരുന്നു കൂടെ വെച്ച് അതിൽ ഒരു ദുആ പ്രാർത്ഥന എന്താണെന്നല്ലേ? പരിശുദ്ധ റമദാൻ മാസം സമാഗതമാവുകയും അത് അവസാനിക്കുമ്പോഴേക്കും അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിക്കാതെ റമദാൻ അവന് കഴിഞ്ഞു പോവുകയും ചെയ്തൊരു മനുഷ്യൻ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാവട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാണ്. കണ്ട, റമദാന്റെ കാര്യത്തിൽ ശത്രുക്കളെക്കാട്ടും പിന്നെ രൂക്ഷമയമാണ് കണ്ടത്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഈ റമദാനെ പാഴാക്കണ്ട. ഇത് അവസാനിക്കുമ്പോഴേക്കും അള്ളാന്റെ പൊരുത്തം കിട്ടണമെന്നുള്ള അടിയുറച്ച വിശ്വാസം, ഉറപ്പ് നമുക്ക് വേണം. അതിനുവേണ്ടി അധ്വാനിക്കും. നോമ്പ് നോക്കാം. നിലാവ് കണ്ടാൽ നോമ്പ് പിടിക്കും. പിറ്റേന്ന് രാത്രി നെയ്യത്ത് നിർബന്ധം. നാളത്തെ നോമ്പിന് അല്ലാഹു തആല റമദാൻ മാസത്തിലെ ഫർദായ നാളത്തെ നോമ്പിന് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നോറ്റ് വീട്ടുവാൻ കരുതിയെന്ന് രാത്രി